ഭാരതത്തിന്റെ ഒരു മന്ത്രി, ഭാരത സർക്കാരിന്റെ ഒരു മന്ത്രി, പ്രത്യേകിച്ച് പരിശുദ്ധ ദൈവമാതാവിൽ ഏറെ ഭക്തിയും പ്രാർത്ഥനയും സമർപ്പിക്കുന്ന ഒരു മന്ത്രി ഈ പരിശുദ്ധ ആലയത്തിലേക്ക് എത്തിച്ചേർന്നതിൽ ഞങ്ങൾക്കുള്ള സ്നേഹവും നന്ദിയും വളരെ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ബഹുമാന്യനായ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ.വി. തോമസ് സാർ അല്പസമയം നമുക്കൊരു ആശംസ പ്രസംഗം നടത്തി ധന്യമാക്കും. അത്ഭുതങ്ങൾ നിരന്തരമായി സംഭവിക്കുന്ന ഈ ദേവാലയത്തിൽ നിങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞതിൽ ദൈവത്തിന് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നു. ഈ ദേവാലയം കേന്ദ്രമായി അഭിമന്യ ബാവാ തിരുമേനി പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ എനിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് പല സന്ദർഭങ്ങളിലും ബാവാ തിരുമേനിയോടൊപ്പം നടന്ന പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനും ഇതൊരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രവർത്തിക്കുന്നതിനുള്ള ഈശ്വരാനുഗ്രഹം ലഭിച്ചതറിയാനും കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് തികച്ചും യാദൃച്ഛികമായിട്ടാണ് ഇവിടെ വരുന്നത്. തൊട്ടപ്പുറത്ത് ജോഷുവ തിരുമേനിയുടെ 60-ാം വയസ്സ് ആഘോഷിക്കുകയും മാവേലിക്കര ഭദ്രാസനത്തിന് പുതിയ ദേവാലയം ഉണ്ടാവുകയും അതിൻ്റെ തറക്കല്ലിടുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് എറണാകുളത്ത് നിന്ന് ശ്രേഷ്ഠ ബാവ എന്നോടിവിടെ വരണം, അടുത്തയിൽ പോകണം, മാതാവിൻ്റെ അത്ഭുതങ്ങൾ നേരിട്ട് കാണണം എന്ന് പറയുകയും ഇവിടെ വന്ന് ഈ മഹാത്ഭുതം കാണാൻ കഴിഞ്ഞതിൽ, അതിൽ പ്രാർത്ഥനാനിർഭരമായ സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരാൻ കഴിഞ്ഞതിൽ എനിക്ക് ദൈവത്തിനോട് നന്ദിയുണ്ട്. ഞാൻ എക്കാലത്തും മാതാവിൻ്റെ ഒരു ഭക്തനായിരുന്നു. അമ്മയും മകനും എന്ന എൻ്റെ പുസ്തകം വളരെയധികം വായിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. മാതാവിലൂടെ എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അനുഗ്രഹങ്ങൾ, എൻ്റെ സുഹൃത്തുക്കൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അത് നമുക്ക് ഒരു ഈശ്വരവിശ്വാസിക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയൂ. ഇവിടെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സുഗന്ധ പ്രവാഹം തീർച്ചയായും ദൈവത്തിൻ്റെ ഒരു പ്രത്യേക അനുഗ്രഹമായി, ദൈവത്തിൻ്റെ പ്രത്യേക ചിഹ്നമായി നമുക്ക് ഈശ്വരവിശ്വാസികൾക്ക് കാണാൻ കഴിയും. ഈ പ്രദേശത്തിൻ്റെ ഈശ്വര ചൈതന്യം വളർത്തുന്നതിനും സഭാമക്കൾക്ക് കൂടുതൽ കരുത്ത് നൽകുന്നതിനും അമ്മയ്ക്കും ഈ പ്രാർത്ഥനാലയത്തിനും ഈ തീർത്ഥാടനത്തിനും കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആദരണീയനായ കേന്ദ്രമന്ത്രി പ്രൊഫസർ കെ.വി. തോമസ് സാന്നിധ്യം കൊണ്ട്, അനുഗ്രഹ വചനങ്ങൾ കൊണ്ട് ഭാരത രാജ്യത്തിൻ്റെ ആ വലിയ ആശംസ ഈ ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിന് നേർന്നപ്പോൾ 100-ാം ദിവസം നമ്മൾ പോലും ചിന്തിക്കാതെ, നമ്മൾ പോലും അറിയാതെ ദൈവം ചെയ്ത മഹാവലിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. കാരണം ഇല്ല എങ്കിൽ ഈ 100-ാം ദിവസം ബഹുമാന്യനായ കേന്ദ്രമന്ത്രി ഇന്ന് കേരളത്തിൽ ഒരു പ്രത്യേക ചടങ്ങിൽ പങ്കെടുക്കുവാൻ വരികയും ആ വഴി അദ്ദേഹത്തിൻ്റെ മറ്റ് ഈ സമയങ്ങളിലുള്ള പരിപാടികളൊക്കെ മാറ്റിവെച്ച് പരിശുദ്ധ ആലയത്തിൽ പരിശുദ്ധ അമ്മയെ കാണുവാൻ, ഈ ദർശന സായുജ്യമടഞ്ഞ് മുൻപോട്ട് പോകുവാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഇന്നു മുതൽ തുടർന്നുള്ള ഓരോ കാൽവയ്പ്പുകളും ഏറെ അനുഗ്രഹത്തിൻ്റെതാണ് എന്ന് യാതൊരു സംശയവുമില്ല. ഏറെ അനുഗ്രഹങ്ങളും നന്മകളും നിറഞ്ഞ് ഭാരത രാജ്യത്തിൻ്റെ നല്ലൊരു ഭരണാധിപനായി തീരുവാൻ പ്രൊഫസർ കെ.വി. തോമസ് സാറിന് സഹായമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരക്കിനിടയിലും ഈ ആലയത്തിലേക്ക് കടന്നു വരുവാൻ കാണിച്ച സന്മനസ്സിന് ഈ ഇടവകയുടെ പേരിലുള്ള പ്രത്യേകമായ നന്ദി സമർപ്പിക്കുന്നു. നമ്മുടെ